പടം ഒന്നും ഓടുന്നില്ല, പക്ഷെ ഇങ്ങനെ തുടർച്ചയായിട്ട് സിനിമ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ഇത് എന്തായിരിക്കും ഇതിന്റെ പുറകിലെ ഗുട്ടൻസ് എന്ന് അങ്ങനെ എപ്പോഴെങ്കിലും ധ്യാനം ആലോചിച്ചിട്ടുണ്ടോ? ചിന്തിക്കേണ്ട വിഷയം. എന്തുകൊണ്ട് ഇത്ര സിനിമ? കറക്റ്റ്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ആദ്യം വേണ്ടെന്ന് അറിയണ അച്ചടക്കം. എനിക്ക് നന്നായിട്ടുള്ളതും അത് തന്നെ, അച്ചടക്കം. നമ്മൾ ആരെയും വെറുപ്പിക്കാതിരിക്കുക. ഇത് രണ്ടും ചെയ്യാതിരുന്നതിന് നമുക്ക് സിനിമകൾ വരും. പലരും എന്നോട് ചോദിക്കുന്നുണ്ട്, ശ്രീനിവാസന്റെ മോനായതുകൊണ്ടല്ലേ ഇത്ര സിനിമ? ശ്രീനിവാസൻ അങ്ങനെ ആയതുകൊണ്ട് ആർക്കും ഒരു സിനിമയും വരൂലെന്നേ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇപ്പോഴും സിനിമ വരുമോ? കഴിവ് 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 വെറും കഴിവ്. അതാ എനിക്ക് ഏകദേശം മനസ്സിലാവുന്നുണ്ട് അങ്ങനെയൊക്കെ. അല്ല, ഇപ്പോഴും ആൾക്കാർക്കൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെങ്കിലും ഇവൻ നന്നാവുമെന്ന് സിനിമാക്കാർക്കും പ്രതീക്ഷയുണ്ട്. ചിലപ്പോ ഒരു നല്ല സിനിമ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ നന്നാവും. ഇവിടെ ഞാൻ എപ്പോഴും നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരോടൊക്കെ പറയും, ഇവിടെ മോശം, നിങ്ങൾ ആരും മോശം നടന്മാരല്ല. നമ്മൾ നല്ല സിനിമയിൽ അഭിനയിക്കുമ്പോ ആ സിനിമ നന്നാവുമ്പോഴാണ് നമ്മൾ നന്നാവുക. അല്ലെങ്കിൽ ആ സിനിമയോടൊപ്പം തന്നെ നല്ല സിനിമയിൽ അഭിനയിച്ചാൽ നമുക്ക് നല്ല ഇതുകൊണ്ട് കിട്ടും, മനസ്സിലായി, അപ്രീസിയേഷൻ കിട്ടും. ആ സിനിമ മോശമാണ്, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് ആ സിനിമയിൽ അഭിനയിച്ചാലും ഒരു കാര്യമില്ല. അപ്പൊ എന്തിനാ ഈ മോശം സിനിമയിൽ അഭിനയിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടില്ല അങ്ങനെയൊന്നും. എന്റെ പൊന്നോ, എനിക്ക് അല്ല, ഞാൻ അങ്ങനെ മോശം സിനിമയിൽ നമ്മൾ ആരും തന്നെ അങ്ങനെയല്ല, ആരും തന്നെ മോശം സിനിമ എന്ന് വെച്ചിട്ടില്ലല്ലോ നമ്മൾ അഭിനയിക്കുന്നത്. ചിലത് കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് കുഴപ്പമില്ലാത്ത സാധനമാണ്, മോശമാണ്. പക്ഷെ ചിലത് നമ്മൾ പറയും, ചില നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ചെയ്യും. പലതിനും പല കാരണങ്ങളുണ്ട്. പിന്നെ ഞാൻ കൊറോണ വന്നപ്പോൾ ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, കൊറോണ വന്നപ്പോൾ ഞാനേ ഒന്നും കണ്ണും പൂട്ടി കുറെ പടം അങ്ങോട്ട് കമ്മിറ്റ് ചെയ്തു. അതൊക്കെ ഞാൻ ഇപ്പോഴും തീർത്ത് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ എന്നെ തടസ്സങ്ങൾ ഉണ്ടാക്കരുത്, ഞാൻ അങ്ങ് പോയിക്കോട്ടെ, സൈഡിലൂടെ അങ്ങ് പോവാ. ഇറങ്ങാനുള്ളതിൽ പലതും നല്ല സിനിമകളുണ്ട്, എല്ലാം ബോംബല്ല. ചിലതൊക്കെ നന്നായ സാധനങ്ങൾ വരുന്നുണ്ട്. ഞാൻ മൊത്തത്തിലൊന്ന് ക്ഷീണിച്ചോ? എനിക്ക് കണ്ടപ്പോഴത്തേക്ക് മൊത്തത്തിലൊരു ക്ഷീണം വന്ന പോലെ തോന്നിയായിരുന്നു. ആ മുഖത്തെ ഉണ്ടാവുള്ളൂ ക്ഷീണം, ശരീരത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായി വണ്ണം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വീകരിക്കുമോ അതോ ആ സിനിമ വേണ്ടെന്ന് വെക്കുമോ? എന്തായിരിക്കും ചെയ്യാ? അത് ഞാനത് കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് പറഞ്ഞായിരുന്നു. ഇപ്പൊ നമ്മളൊരു നമ്മളെ ശരീരം കുറക്കേണ്ടതും ഇത് കൂട്ടുന്നതും, അല്ലെങ്കിൽ ഇത് നമ്മളെ ആരോഗ്യം നിലനിർത്തുക, അല്ലെങ്കിൽ നമ്മളെ ഷേപ്പിലാവുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. ഈ അടുത്ത് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ച മുന്നേ എന്നെ ഒരാള് പോകുന്ന വഴിക്ക്, ഞാൻ വണ്ടി പോകുമ്പോൾ ഞാനൊരു സ്ഥലത്ത് കയറിയ സമയത്ത് ഞാനിങ്ങനെ പുള്ളി വന്നിട്ട് വണ്ടിയുടെ അടുത്ത് എന്നിട്ട് കണ്ടു എന്ന് സിഗ്നലിൽ നിന്ന് ഞാൻ എന്തോ ഭക്ഷണം വാങ്ങിക്കാനായി നിർത്തിയ സമയത്ത് കാറിലിരിക്കുന്ന സമയത്ത് ഇയാൾ വന്ന് തട്ടി, ധ്യാനല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അതെ, ഞാൻ കാണണമെന്നിരിക്കുകയായിരുന്നു